ഹലോ സാർ. എന്താ ചേർത്തെ? സാർ, ആ പെമ്പിള്ളേര് നമ്മൾ വിചാരിച്ചതുപോലെ നല്ല സാർ. എന്ത് പറ്റി? സാർ, ഞാൻ അവരെ കുറിച്ച് ടെക്നോ പാർക്കിൽ അന്വേഷിച്ചു. അവിടെ അവർ വർക്ക് ചെയ്തെന്ന് പറഞ്ഞ കമ്പനിയിലും തിരക്കി. അവർ 4 പേരും അവിടെ വർക്ക് ചെയ്യുന്നില്ല സാർ. യു മീൻ മനിയുടെയും ഫ്രണ്ട്സിന്റെയും ഐഡന്റിറ്റി ഫേക്ക് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്? അതെ സാർ. ആർ യു ഷുവർ? അബ്സല്യൂട്ട്ലി സാർ. ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടാണ് സാറിനെ വിളിക്കുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാം. എക്സ്ക്യൂസ് മീ, പോലീസ് സാർ. എനിക്ക് ജനുവരി 10 നൈറ്റിലുള്ള CCTV ഫുട്ടേജ് ഒന്ന് കാണണം. കാണാം സാർ, കാണാം. ഓക്കെ. രാത്രി 8 മണിക്ക് ശേഷമുള്ള ഫുട്ടേജ് ഒന്ന് കാണിച്ചേ. നോക്കാം സാർ. സ്റ്റോപ്പ്. ആ 2 പേരൊന്ന് സൂം ചെയ്ത് കാണിച്ചേ. ശരി സാർ. സൂം ചെയ്. തിയേറ്ററിന്റെ ഉള്ളിലുള്ള ഫുട്ടേജ് ഒന്ന് കാണിച്ചേ. സാർ. ഷീ വാസ് എ ബ്രൈറ്റ് സ്റ്റുഡൻറ്. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. അതൊരു സൂയിസൈഡ് ആണെന്നാ ഞാൻ കേട്ടത്. ആസ് പെർ പോലീസ് റെക്കോർഡ് അങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള റിയൽ ഫാക്റ്റിൻ്റെ അന്വേഷണത്തിലാണ് ഞാൻ. ഇത്രയും ടാലൻ്റ് ഉള്ള, ഇത്രയും നല്ല ക്യാരക്ടറുള്ള ഒരു കുട്ടി പെട്ടെന്ന് ഡ്രഗ് യൂസ് ചെയ്യുക, പിന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുക, ജയിലിനകത്ത് സൂയിസൈഡ് ചെയ്യുക, മൊത്തത്തിലൊരു മിസ്മാച്ച്. അതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. അവളുടെ ലൈഫിൽ അവൾ ഡ്രഗ് യൂസ് ചെയ്തതായിട്ട് എനിക്കറിയില്ല. എന്തോ ഒന്ന് അവളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അതാണ് എനിക്കും അറിയേണ്ടത്, എന്താ സംഭവിച്ചതെന്ന്. മേഘയ്ക്ക് സംഭവിച്ചെന്താ, അതാണ് എനിക്കറിയേണ്ടത്. മേഘ ഒരു ഡ്രഗ് അഡിക്റ്റ് ഒന്നും ആയിരുന്നില്ല. അവളെ ആരോ മനഃപൂർവ്വം കുടിക്കിയതാ. മേഘയ്ക്ക് ശത്രുക്കളാരെങ്കിലും, തനിക്കാരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല സാർ. പക്ഷെ മേഘയോട് ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ഉണ്ടായിരുന്നത് ഒരേ ഒരാൾക്കാ. ദാറ്റ് ഐ ആം ഷുവർ. അതാരത്? അത് രുദ്ര. മൂന്നാറിലെ സ്പോർട്സ് അക്കാഡമിയിൽ ഒരു മേഘനെ അറിയില്ലേ? ഇല്ല, ഐ മീൻ അറിയാം. നിങ്ങളൊരു ബാച്ചിലായിരുന്നില്ലേ? അതെ. Then? പിന്നൊന്നുമില്ല. മേഘ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിരുന്നു. പോലീസ് അത് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ then she committed suicide. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. നല്ല ട്രാക്ക് റെക്കോർഡുള്ള മേഘ നാഷണൽ ഗെയിംസിന് വെറും ഒരാഴ്ചയുള്ളപ്പോഴാണ് മയക്കുമരുന്ന് കേസിന് അറസ്റ്റിലാവുന്നത്. അവളെ അന്ന് അറസ്റ്റ് ചെയ്യുന്നത് അന്നത്തെ CI ആയിട്ടുള്ള സൈമൺ ഇടികുള. ഈ അറസ്റ്റിന് മുൻപും അതിനുശേഷവും 22 തവണയാണ് താങ്കളുടെ പിതാവ് ഗണേശ് ശങ്കറും ഈ സൈമൺ ഇടികുളയും തമ്മിൽ ഫോണിൽ വിളിച്ചിട്ടുള്ളത്. ഈ ബാറിലും ക്ലബിലുമായിട്ടുള്ള മീറ്റിങ്ങുകൾ വേറെ. മേഘ മരിച്ചെന്ന് രാത്രി ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ ഗണേശ് ശങ്കർ ഈ ഇടിക്കളയെ കെട്ടിപ്പിടിച്ചാണ് സ്വീകരിച്ചത്. ഈ CCTV വിഷ്വൽസും ഫോൺ കോളിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഗണേശ് ശങ്കറിന് ഇടിക്കലിനോട് പ്രേമം മൂത്തിട്ടൊന്നുമല്ല ഹഗ് ചെയ്തതെന്ന്. അങ്ങനെയൊന്നും ഇല്ല സർ. മൈ ഫാദർ ഈസ് ഇന്നസെന്റ്. ഷൂട്ടിംഗ് റേഞ്ചിൽ താൻ ഫയർ ചെയ്യാൻ മിടിക്കുക, പക്ഷേ നോണ പറയാൻ അത്രയും പോരാ. ഇത്രയും നേരം ഞാനൊരു ജെന്റിൽമാനായിരുന്നു. ഇനി കാക്കിയുടെ തനി സ്വഭാവം എന്നെ കൊണ്ടെടുപ്പിക്കരുത്. ഐ നോ യു ആർ എ ഗുഡ് ഗേൾ. ഈ മുഖം കണ്ടറിയാം തനിക്ക് എന്തൊക്കെയോ തുറന്നു പറയാനുണ്ടെന്ന്. പോലീസിനോടുള്ള കാര്യം തുറന്നു പറഞ്ഞ തന്നെ മാപ്പ് സാക്ഷിയെങ്കിലും ആക്കാം. എനിക്ക് മേഘയുടെ അസൂയ ഉണ്ടെന്നുള്ള കാര്യം ശരിയാണ്. അതൊരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അല്ലാതെ ശത്രുത. താങ്ക് യു രുദ്ര, താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചിലപ്പോൾ ഒന്ന് കാണേണ്ടി വരും. ഓക്കെ സർ. ഇതാരാ? ഞാനും മേഘയും. ഇയാളെ മനസ്സിലായി. ബാക്കി 2 പേര്? അത് ലയയും ശീതളുവാ. ഞങ്ങൾ മേഘയുടെ ബാച്ചിലെ ഷൂട്ടേഴ്സാ.
ഇടിക്കുള്ള സാറിനെ ആ കില്ലർ വെടിവെച്ചിരിക്കുന്നത് ക്ലോസ് റേഞ്ചിലെ ആ ഒറ്റ ഷോട്ടിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയും സ്പോട്ട് ഡെത്ത് ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുള്ളത്. സർ അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ കില്ലർ ആണല്ലേ? രാത്രി ഇടിയും മിന്നലും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ക്ലോസ് റേഞ്ചിലുള്ള ഒരു ഷോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കില്ലറിന് ഇറ്റ്സ് ഈസി. യെസ്, എക്സാക്ട്ലി സാർ. ഈ എൻട്രി വൂഡിൻ്റെ ക്യാരക്ടറും ഗൺ ഫയറിങ്ങിൻ്റെ ആംഗിളും വെച്ച് നോക്കുമ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. ലെഫ്റ്റ് ഹാൻഡർ. 10-ാം തീയതി സൂര്യ തിയേറ്ററിൽ സെക്കൻഡ് ഷോന് ബുക്ക് മൈ ഷോയിൽ മനിയ 4 ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നിട്ട് മനിയും ഷൈനിയും എന്താ സിനിമക്ക് കയറാതിരുന്നത്? ഞങ്ങൾ സിനിമയ്ക്ക് കയറിയിരുന്നല്ലോ സാർ. സാറിന് എന്തോ മിസ്റ്റേക്ക് പറ്റിയതാ. നോ 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 നിങ്ങൾ തിയേറ്ററിന്റെ മുന്നിൽ എത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷെ സിനിമ കാണാൻ കയറിയത് ലയം ചെയ്തുള്ളതാണ്. ആം ഐ റൈറ്റ്? മനിയക്കും ഷൈനിക്കും പകരം ഓൾമോസ്റ്റ് സെയിം ഡ്രസ്സിട്ട 2 ഫ്രണ്ട്സാണ് തിയേറ്ററിനകത്തേക്ക് പോയത്. എന്നിട്ട് ആ ഫ്രണ്ടിന്റെ ബൈക്കിൽ നിങ്ങൾ അങ്ങോട്ടാ പോയത്? ഞങ്ങൾ എങ്ങോട്ടും പോയില്ല സാർ. ഞങ്ങൾ സിനിമ കാണായിരുന്നു. No! ഇനി കള്ളം പറയണ്ട. ഞങ്ങളെല്ലാം ട്രേസ് ചെയ്ത് കഴിഞ്ഞു. രേഖ, bring them. സർ മൂന്നാറിലെ ഷൂട്ടിംഗ് റേഞ്ചിൽ വെച്ചാണ് ഞാനും മേഘയും എല്ലാവരെയും പരിചയപ്പെടുന്നത്. എല്ലാവരുടെയും പെറ്റായിരുന്നു മേഘ. അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ചിരിച്ചും കളിച്ചും വഴക്കിട്ടും പരസ്പരം മനസ്സ് തുറന്നും ഞങ്ങൾ ആ ലൈഫ് നന്നായി എൻജോയ് ചെയ്തു. അമ്മ വിഷമിക്കണ്ട. ഇനി കുറച്ച് നാളും കൂടെ അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനങ്ങ് വരില്ലേ. പക്ഷെ വെറുതെ കരഞ്ഞ അച്ഛനെ കൂടെ വിഷമിപ്പിക്കല്ലേ. വിളിക്കാം, ഞാൻ പിന്നെ വിളിക്കാം. എന്താടാ വീട്ടിൽ നിന്ന് കോള് വന്നല്ലേ? എനിക്ക് പറ്റുന്നില്ലടാ. അച്ഛനും അമ്മയും ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. പക്ഷെ ഞങ്ങളുടെ സന്തോഷത്തിന് അധിക നാൾ ആയുസില്ലായിരുന്നു. എല്ലാത്തിനും കാരണക്കാരി ആ രുദ്രയായിരുന്നു. അവൾ എന്നും മേഘയ്ക്ക് പിന്നിലായിരുന്നു. ബിസിനസ്സുകാരൻ ഗണേഷ് ശങ്കറിൻ്റെ മകൾ. സ്റ്റേറ്റ് ലെവൽ മീറ്റിൽ ഫസ്റ്റ് കിട്ടാൻ അവൾ അച്ഛനെ കൊണ്ട് ആ കടുങ്കൈ ചെയ്യിച്ചു. ഫൈനലിൻ്റെ തലേന്ന് മേഘയുടെ സ്പോർട്സ് കിറ്റിൽ ലഹരി മരുന്ന് വെച്ച് അവളെ ട്രാപ്പ് ചെയ്തു.